അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം കർത്താവ് നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിതക്കാരൻ്റെ ഉപമയിൽ നിന്നുള്ള ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിതക്കാരൻ വിത്ത് വിതച്ചു. നല്ല വിത്തുകളായിരുന്നു വിതച്ചത്, നല്ല മണ്ണിലായിരുന്നു വീണത്. പക്ഷേ ഫലമുണ്ടായപ്പോൾ പലതും പല റേഷ്യോയിലാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത്? നമുക്കറിയാം, ഈ വിത്തെന്ന് പറയുന്നതും മണ്ണെന്ന് പറയുന്നതും നമ്മളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദൈവവചനവും നമ്മുടെ ഹൃദയവുമാണ്. എന്തുകൊണ്ട് ഈ ദൈവവചനം എല്ലാവരിലും ഒരേപോലെ പ്രവർത്തിക്കുന്നില്ല? ഇന്നത്തെ മെസ്സേജ് ദൈവവചനം കേട്ട് അതിൽ മാറണം, അല്ലെങ്കിൽ അതിൽ ജീവിക്കണം, എന്നിട്ടും പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ആ ദൈവവചനം കേൾക്കുമ്പോൾ വേണ്ട വിധത്തിൽ എന്നിൽ ഫലമുണ്ടാകണം എന്ന ആഗ്രഹത്തോടായിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. രാവിലെ തോറും കരയുന്നത് നിർത്തിയിട്ട്, രാവിലെ തോറും നിലവിളിക്കുന്നതും പരാതി പറയുന്നതും സങ്കടം പറയുന്നതും നിർത്തിയിട്ട്, instead of crying, murmuring, instead of saying confusions, you have to say and speak, yes, confess, amen, the truth of God, yes, and Lord, faith of God, yes, confess, yes, the truth of God, amen, and faith of God, amen, then you will see the manifestation in your life. നിങ്ങൾ പെറുപെറുക്കുന്നതും കഷ്ടത പറയുന്നതും നിരാശ പറയുന്നതും എല്ലാം നിർത്തിയിട്ട് ദൈവത്തിന്റെ വചനം അത് ഏറ്റുപറഞ്ഞ് അതിന്റെ സത്യത്തിലെ ഉറച്ചു നിൽക്കുവാനിടയാകട്ടെ. You will see നിങ്ങൾ കാണാനായി a wonderful life. നിങ്ങൾ ഒരു മഹത്വപരമായ ജീവിതം കാണാനായി You പോകുന്നു. know, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ പോലെയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എൻ്റെ സിറ്റുവേഷൻ മാത്രം എന്താ മാറാത്തത്, ഞാൻ എന്താ കർത്താവ് ഇങ്ങനെ കിടക്കുന്നത്, കർത്താവേ ഇന്ന് ഈ പകൽ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തണമേ, ഈ പകൽ എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന. നിങ്ങളും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. എൻ്റെ അമ്മ എന്നോട് പറയും, മോനെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മ നല്ല കാര്യമാണ് പറഞ്ഞു തന്നെ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ ആ കരുണയ്ക്ക് അകത്താണായിരിക്കുന്നത്. ഞാൻ ആ കരുണയുടെ ഉള്ളിലാണ്. ഞാൻ ആ കരുണയുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നന്ദി പറഞ്ഞാൽ മതി, അത് തനിയെ വെളിപ്പെടാനായി തുടങ്ങും. Say to your neighbor, confessing is the key of seeing the mercy of God. ദൈവത്തിന്റെ കരുണ കാണണമെന്നുണ്ടെങ്കിൽ ഒറ്റ താക്കോൽ മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം അത് കൺഫസ് ചെയ്താട്ടെ. Seeing the mercy of God, ദൈവത്തിന്റെ കരുണ കാണണമെങ്കിൽ you have to confess the mercy. നിങ്ങൾക്ക് കരുണ അത് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. You have to believe I am in His mercy. നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ അവന്റെ കരുണയ്ക്കകത്താണെന്ന്. You have to say I am in His mercy. നിങ്ങൾ പറയണം, ഞാൻ ആ കരുണയ്ക്കകത്താണെന്ന്. നല്ല ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, രാവിലത്തെ കരച്ചിൽ നിർത്ത്. രാവിലത്തെ കരച്ചിൽ നിർത്ത്.
രാവിലത്തെ സംശയം പറച്ചിൽ നിർത്ത്. രാവിലത്തെ സംശയം പറച്ചിൽ നിർത്ത്. രാവിലത്തെ നിലവിളി നിർത്ത്. രാവിലത്തെ നിലവിളി നിർത്ത്. അതിനു പകരം ഇന്നു മുതൽ എന്ത് ചെയ്യണം? വിശ്വാസം പറയണം. വിശ്വാസം പറയണം. വിശ്വാസം പറയണം. വിശ്വാസം പറയണം. വിശ്വാസം പറയണം. ദൈവിക മർമ്മങ്ങളെ പറയണം. പറ, ദൈവിക മർമ്മങ്ങളെ പറയണം. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ കാര്യങ്ങളെ കൊണ്ടുവരും. Please be seated. ഇരുന്നാലും If you read Matthew chapter 13 verse 8, മത്തായിയുടെ സുവിശേഷം 13-8 വാക്യം വായിച്ചാൽ Jesus is explaining about his parable. ഒരു ഉപമയാൽ ചില കാര്യങ്ങൾ യേശു പറയുകയാണ്. Let's turn to that word. ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. Matthew chapter 13 verse 8. മത്തായി സുവിശേഷം 13-8. Other seed fell on a good ground, good soil, and yielded grain, some 100 times as much, some 60 and some 30. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. When I was reading that scripture, ഞാൻ ഈ വാക്യം വായിക്കുന്ന സമയത്ത് I started to think, Lord, why 30, 60, 100? ഞാൻ ചിന്തിച്ചു, എന്താണ് ഈ 30, 60, 100 എന്നുള്ളത്? We can see the same seed in the same good soil, but result is different. നമുക്ക് കാണാനായി സാധിക്കും ഒരേ വിത്ത് എല്ലാം നല്ല നിലത്തിൽ, പക്ഷേ റിസൾട്ട് തരുന്നത് വ്യത്യസ്തമായിട്ടാണ്. Honestly say 100%. Some people receive 100%. Some people receive 60. Some people receive 30. Why like this? ചില ആൾക്കാർക്ക് 100% കിട്ടുവാനിടയെ, ചില ആൾക്കാർക്ക് 60% കിട്ടി, ചില ആൾക്കാർക്ക് 30% കിട്ടിയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? Because it is written, the soil is same. അതിനകത്ത് എഴുതിയിട്ടുണ്ട് മണ്ണ് ഒരുപോലത്തെയാണ്. If it is written like this, good soil 30%, better soil very 100%. Then it's different, you know. ഇങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. നല്ല മണ്ണ് 60%, വളരെ നല്ല മണ്ണ് 100% എന്ന് എഴുതിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. But it is written same soil, same seed, but some produce 30, some produce 60, some produce 100. Why like that? പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരേ മണ്ണ്, ഒരേ നിലവാരം, പക്ഷേ ചിലത് 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനി. If you want to know it, let's turn to Luke chapter 8 verse 12 onwards. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 8:12 മുതൽ വായിക്കണം. Jesus is trying to explain the parable. യേശു ഒരു ഉപമയാൽ വീണ്ടും അവിടെ സംസാരിക്കാൻ ഇടയാകുകയാണ്. First he said, when the sowers sow the seed, fall upon the ground, road. അതിനകത്ത് പറയുന്നു, വിത്ത് വിതയ്ക്കുന്ന സമയത്ത് അത് പാറമേൽ വീഴുവാനിടയായി. Then some people heard the word, but suddenly the devil come and take the message away from him. ചില ആൾക്കാർ ഇങ്ങനെ പറയുക, അതിനെക്കുറിച്ച് പറയുന്നത് അതിൽ വീണപ്പോൾ പിശാച് വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകാനിടയായി എന്ന് പറയാറുണ്ട്. ചിലരുടെ ഹൃദയത്തിൽ അത് വീണു, പക്ഷേ പിശാച് എന്ത് ചെയ്തു? എടുത്തുകൊണ്ട് പോയി. They will not believe. That's why they are not saved. അവർ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് അവർ രക്ഷ പ്രാപിക്കാത്തത്. So that means sow is started sow, but some seed fall on a road. While they are that, according to their scriptures, explanation is this: they are not believed. That's why they are not saved. അത് വിതയ്ക്കുന്ന സമയത്ത് വഴിയരികത്ത് വീണു പോയത് കൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതെന്ന് അവർ വിശ്വസിക്കുന്നത്. വിതക്കാരൻ്റെ ഉപമ എത്ര പേർക്ക് അറിയാം? അവരുടെ കരവ് ഉയർത്തിക്ക്. ചിലത് വിതച്ചുകൊണ്ടിരുന്നപ്പോൾ വഴിയരികിൽ വീണു. ആ വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, അവർ കേട്ടു, പക്ഷെ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് അത് അവർക്ക് വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞില്ല, നന്മ അനുഭവിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ വിത്ത് വീണതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് പാറപ്പുറത്ത് വീണതാ. പാറപ്പുറത്ത് വീണ വിത്തിനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് മണ്ണ് കുറച്ചായതുകൊണ്ട് അത് സ്വീകരിച്ചുവെങ്കിലും, അവർ സന്തോഷത്തോടെ സ്വീകരിച്ചുവെങ്കിലും, when they face issues, they have fallen away from the thought of God. അവർ വിശ്വസിച്ചുവെങ്കിലും അവരിലെ വേരില്ലാത്തത് കൊണ്ട്, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ പിന്മാറിപ്പോയി. And the third group, listen to this very seriously. വളരെ ശ്രദ്ധയോടെ കേട്ടാൽ, the seed fall into a ground with the thorns. മുൾച്ചെടിയുടെ ഇടയിൽ വീണ വിത്ത്. It is written, when the seed sprouts and started to grow,
the thorns started to choke on it. ആ വിത്ത് മുളയ്ക്കാനായി തുടങ്ങിയപ്പോൾ മുള്ള് അതിനെ ഞെരുക്കാനായി ഇടയായി. It suffocated. അതിനെ ഞെരുക്കി. According to the word, it is beautiful word, it is written there. It suffocated, and anxieties, pleasure in the richness come and shocked it. അദ്ദേഹത്തെ ആ വിത്തിനെ എന്തൊക്കെ നശിപ്പിച്ചു കളഞ്ഞു? ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, വ്യാകുലതകൾ, അത് വന്ന് അതിനെ ഞെരുക്കി ഇല്ലാതാക്കി കളഞ്ഞു. അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ നാലാമത്തെ കാര്യം പറഞ്ഞപ്പോഴേ യേശു പറഞ്ഞേ, നല്ല സ്ഥലത്ത് വീണ വിത്ത് 30, 60, 100 മേനി വിളഞ്ഞു. ശ്രദ്ധിക്കൂ. ലൂക്കോസ് അത് പറഞ്ഞപ്പോൾ അങ്ങനൊരു വാചകം എഴുതിയിട്ടില്ല. 30, 60, 100 എഴുതിയിട്ടില്ല. Let's turn to that scripture. But as for that seed in the ground, good soil, these are on who have heard the word with a good noble heart and hold on it tightly and bear fruit with patience. അവിടെ എഴുതിയിരിക്കുന്ന കുറച്ചും കൂടെ വ്യത്യാസമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല മണ്ണിലുള്ള വിത്തു കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവൻ തന്നെ. സത്യത്തിൽ 100, 60, 30 മേനി എന്ന് പറഞ്ഞില്ല ലൂക്കോസ്. പകരം ക്ഷമയോടെ ഫലം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് മനസ്സിലായത് നിങ്ങളെല്ലാം കൂടെ കേട്ടിട്ട് ആ കൂടെ ഒരു കൺഫ്യൂഷനിലായിരിക്കുന്നതെന്ന്. ഞാനൊന്ന് ഞങ്ങളെ സഹായിക്കാനായി പോവുക. ഒന്ന് ശ്രദ്ധിച്ച് എന്നെ കൂടെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു നല്ല ആമേൻ പറഞ്ഞേ. മുള്ളിന്റെ ഇടയിൽ വീണ വിത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. മുള്ളിന്റെ ഇടയിൽ വീണ വിത്തിനെ ശ്രദ്ധിച്ചേ. അതിനെ മുള്ളുകൾ ഞെരുക്കിക്കളഞ്ഞു. എന്താണ് മുള്ളുകൾ? ഈ ലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ ആഗ്രഹം, ആകുലതകൾ, അവയാണ് ഞെരുക്കിക്കളഞ്ഞത്. വിത്ത് നല്ലതായിരുന്നു, പക്ഷെ അതിനെ വളരാൻ എന്ത് ചെയ്തില്ല? ആകുലതകൾ, ചിന്തകൾ വിട്ടുകളഞ്ഞില്ല. അതാണ് വിത്ത് കേടായി പോയത്, വളരാൻ ഇടയാവാഞ്ഞത്. നല്ല സ്ഥലത്ത് വീണത് എന്തുകൊണ്ടപ്പോ 30, 60, 100 മേനി കൊടുത്ത് ഒന്ന് കുറച്ച് റിസൾട്ട് കൊടുത്തു, ഒന്ന് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കൊടുത്തു, മറ്റേത് മുഴുവൻ കൊടുത്തു. അതിന് കാരണം എന്താ? ലൂക്കോസ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കേ. അത് കാരണം ആ റിസീവ് ചെയ്ത ആള് അതിനെ വചനത്തെ ഹോൾഡ് ചെയ്തു. എന്നാ ചെയ്തു? ആ വചനത്തെ ഹോൾഡ് ചെയ്ത് ടൈറ്റായി പിടിച്ചു. അതിനെ കരുതി. അപ്പൊ കരുതിയ ആൾക്ക് എന്തുകൊണ്ടാ 30% പോയെ? ശ്രദ്ധിക്കൂ. മുള്ളിന്റെ ഇടയിൽ വീണ് എങ്ങനെയാ നശിച്ചു പോയത്? മുള്ളിന്റെ ഇടയിൽ മുള്ളിനോടൊപ്പം അവന്റെ ആൻസൈറ്റി, അവന്റെ അകത്ത് വ്യാകുല ചിന്തകൾ, പണത്തിന്റെ ചിന്തകൾ, അതാണ് ഞെരുക്കി കളഞ്ഞത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്ഥലത്ത് വീണ വിത്ത്, നല്ല ചിന്തകൾ, ദൈവിക ബോധ്യങ്ങൾ, ദൈവിക കാഴ്ചപ്പാടുകൾ, ദൈവിക അനുസരണം, അതാണ് അവനെ വളർത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. നമുക്ക് മനസ്സിലാവുന്നു എന്ന് പറഞ്ഞ 30% റിസൾട്ട് കൊടുത്തയാൾക്ക് അയാളുടെ കാഴ്ചപ്പാടുകളിൽ കുറവുകൾ ഉണ്ടായിരുന്നു. അയാൾ റിസൾട്ട് കൊടുത്തു, പക്ഷേ അയാളുടെ വിഷ്ഡം, അയാളുടെ വിഷൻ അത് ലിമിറ്റഡ് ആയിരുന്നു. 60% ആളിനോട് ചോദിക്കാം, അയാൾ കുറെ കൂടെ വചനത്തെ ഹോൾഡ് ചെയ്തു, കുറെ കൂടെ ബോധ്യങ്ങളെ കളക്ട് ചെയ്തു. അതായിരുന്നു 60% ഫലം ചെയ്തത്. എന്നാൽ 100% കൊടുത്തയാളോ 100% അദ്ദേഹത്തിന്റെ ചിന്തകളിൽ അദ്ദേഹം നിറഞ്ഞിരുന്നു. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധിച്ചോ? അവിടുത്തെ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധിച്ചോ? And hold on to it and tightly. Hold on to it tightly. That means he hold the word tightly. ആ വചനത്തെ അവൻ മുറുകെ പിടിച്ചെന്ന്. How many of you ready to hold the word tightly? എത്ര പേർക്ക് അതിനെ മുറുകെ പിടിക്കാനിടയാകും? So I don't know what about your vision. നിങ്ങളുടെ വിഷനെ കുറിച്ച് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. I challenge you, those who receive the word, you have to hold the word tightly. നിങ്ങൾ ആരെങ്കിലും വചനം പ്രാപിക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ വചനത്തെ മുറുകെ പിടിക്കേണ്ട ആവശ്യമാണ്. Don't lose that word. ആ വചനത്തെ അയച്ചു കളയരുത്. 3 days, 3 weeks we are sharing the same scripture. 3 ആഴ്ചയായിട്ട് നമ്മൾ ഒരേ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. When you wake up, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ start with the thanksgiving. നന്ദിയോടെ നമ്മൾ എഴുന്നേൽക്കണം. Start with the praising. അവന്റെ സ്തുതിയോടെ എഴുന്നേൽക്കണം. Start with the confessions. അവനെ ഏറ്റുപറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം. Come on.
What do you need to confess? എന്താണ് നമ്മൾ ഏറ്റുപറയേണ്ടത്? Because according to the Bible, the grace is already there. കാരണം ബൈബിൾ പ്രകാരം പറയുന്നു അവന്റെ കൃപ അവിടെ ഉണ്ട്. The favor is already there. അവന്റെ പ്രസാദം അതിനകത്തുണ്ട്. That means you have to confess the grace and favor in the morning. നിങ്ങൾ അതുകൊണ്ട് പ്രഭാതത്തിൽ അവന്റെ കൃപയും അവന്റെ കരുണയും വിളിച്ച് കൺഫസ് ചെയ്യേണ്ട ആവശ്യമാണ്. You have to keep this word tightly in you. നിങ്ങൾക്ക് ഇത് മുറുകെ ഈ വാക്യങ്ങൾ മുറുകെ പിടിക്കേണ്ട ആവശ്യമാണ്. You have to keep this word tightly in you. ഈ വാക്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ട ആവശ്യമാണ്. Hold this word. അതിനെ മുറുകെ പിടിക്കുക. Say to your neighbor, hold this word. അടുത്ത വ്യക്തിയോട് പറഞ്ഞത് അതിനെ മുറുകെ പിടിക്കുക. Hold this word. അതിനെ മുറുകെ പിടിക്കുക. Add the New Testament understanding to it. അതിന്റെ അകത്ത് പുതിയ നിയമ സത്യങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുക. You will produce 100% result to you. നിങ്ങൾ 100% മേനി വിളയുവാൻ ഇടയാകും. Why you don't have a result? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫലമില്ലാത്തത്? You are not holding the word. നിങ്ങൾ ആ വചനത്തെ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. Look, Jesus himself say, യേശു പറയുന്നത് നിങ്ങൾ അത് കേട്ടാട്ടെ. if you hold the word, നിങ്ങൾ ആ വചനത്തെ മുറുകെ പിടിച്ചാൽ you will see 30% result. നിങ്ങൾ 30% റിസൾട്ട്. You have to hold and continue the words of God and thoughts of God. You will produce 60. നിങ്ങൾ അതിനെ മുറുകെ പിടിച്ച് അതിന്റെ ചിന്തകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ 60ലേക്ക് വരും. If you want 100%, നിങ്ങൾക്ക് 100% വേണമെങ്കിൽ add the thoughts on it. അതിനകത്ത് മുറുകെ Add the thoughts on it. അതിനകത്ത് ചിന്തകൾ കൊണ്ടുവരിക. Add thoughts on it. അതിനകത്ത് ചിന്തകൾ കൊണ്ടുവരിക. Your imagination and thoughts focus on the word. നിങ്ങൾ വചനപ്രകാരമുള്ള നിന്റെ ചിന്തകളും വിഷൻസും അതിനാണ് ചേർത്തുകൊള്ളുക. Focus on the word and hold it. You will see 100% result. വചനത്തെ കേന്ദ്രീകരിച്ചിട്ട് അത് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾ 100% വിളയാനിടയാകും. മുറുകെ പിടിച്ചാൽ 100% വിളയാനിടയാകും. Are you following me? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? Jesus is saying, യേശു പറയുന്നു, my word can produce 100% result. എന്റെ വചനത്തിന് 100% തരുവാനിടയാകാം. I am prophesying to you. ഞാൻ നിങ്ങളോട് This is the word, truth of God. ഇതാണ് ദൈവിക സത്യം. If you believe it, നീ ഇത് വിശ്വസിച്ചാൽ, hold it, അതിനെ മുറുകെ പിടിച്ചാൽ, you will get into the glorious life. നീ മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയാകും. You will experience the present hour ഈ inheritance. സമയത്തുള്ള ദൈവിക അവകാശങ്ങൾ നീ അത് പ്രാപിക്കാനിടയാകും. Every hour, ഓരോ മണിക്കൂറും, every moment, ഓരോ നിമിഷവും, every month, ഓരോ മാസവും, every year, ഓരോ വർഷവും there is a inheritance for you. നിനക്ക് ഒരു അവകാശം നിനക്കുണ്ട്. God prepares some inheritance. നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ, Get into it. അതിലേക്ക് പ്രവേശിക്കുക. How can you get into it? എങ്ങനെയാണ് പ്രവേശിക്കാൻ പറ്റുക? Hold the word. വചനത്തെ മുറുകെ പിടിക്കുക. Hold it on. Hold it tightly. അതിനെ മുറുകെ പിടിക്കുക. Hold it tightly. അതിനെ മുറുകെ പിടിക്കുക. ഇത്രയും നാള് നീ പ്രാർത്ഥിച്ച രീതിക്ക് വ്യത്യസ്തമായതൊന്നാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യേ. നിനക്ക് ഫലമില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്വം. ആമേൻ. ഞങ്ങൾ തോറ്റെടുത്ത് എങ്ങനെ ജയിക്കുമെന്ന് ചിന്തിച്ചെടുത്താണ് ഈ ബോധ്യങ്ങൾ എനിക്ക് ദൈവം നൽകിയതെങ്കിൽ അത് നിങ്ങളെ നിശ്ചയമായും വേദപ്പെടുത്തും. കേട്ട ദൈവവചനത്തെ അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച ദൈവവചനത്തെ മുറുകെ പിടിക്കണം. എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ആ ദൈവവചനത്തെ മുറുകെ പിടിക്കണം. ആ ദൈവവചനം ഉരുവിടണം, അതെൻ്റെ ഹൃദയത്തിൽ വഹിച്ചു കൊള്ളണം. അങ്ങനെ ഒരു വ്യക്തി ആ ദൈവവചനത്തെ തൻ്റെ ഹൃദയത്തിൽ മുളപ്പിക്കുവാനിടയാകും. 100 മേനി ഫലം കൊയ്യുന്ന വിധത്തിലേക്ക് അത് വരും. കർത്താവ് നിങ്ങളെ ആ വിധത്തിൽ ഉയർത്തട്ടെ. മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളാക്കി മാറ്റട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററുടെ പേര് പത്മിനി എന്നാണ്. നെടുപുഴയിൽ നിന്നാണ് വരുന്നത്. 4 വർഷമായി ശരീരത്തിന്റെ പുറകിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗ് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, മുഴയുള്ളവർ മുന്നിലോട്ട് വരാൻ, അവർ ഈ നിമിഷം സൗഖ്യമാവുക എന്നാണ് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഈ സിസ്റ്റർ മടി കാരണം അവിടെ തന്നെ ഇരുന്നു. പക്ഷെ വീട്ടിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആ മുഴ അവിടെ കാണുവാനില്ല. 4 വർഷം മുന്നോട്ട് വന്നില്ല. കാണുവാനില്ല. മടി കാരണം പറയുന്നു. അതെ, മടിയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അവിടെ ഇരുന്നാലും സൗഖ്യക്കളയും കേട്ടോ. അടുത്തിരിക്കുന്നവരോട് പറ, മടിയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളെ ദൈവം സൗഖ്യക്കളയും. പറ, കർത്താവിന്റെ ഒരു മേഴ്സി ആലോചിച്ച് നോക്കുക അല്ലെ. മടി നിമിത്തം അവിടെ ഇരുന്നു, പക്ഷേ കർത്താവിന്റെ കരുണയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. ഇവരന്ന് ഇന്നലെ സൗഖ്യമാകേണ്ട ആളായിരുന്നു. പത്നിനിയെ കർത്താവ് സൗഖ്യമാക്കി. സന്തോഷമായിട്ട്
അതേപോലെ ബ്രദർ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. 17 വർഷമായിട്ട് തല കറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് ആ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അത്ഭുത സൗഖ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. സന്തോഷത്തോടെ പോയത്. ബ്രദറെ, ഈ സിസ്റ്ററുടെ പേര് പങ്കജവല്ലി എന്നാണ്. സിസ്റ്റർ കടന്നു വരുന്നത് ചെങ്ങാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കടന്നു വരുന്നത്. സിസ്റ്റർക്ക് പറയാനുള്ളത് ഒരു അത്ഭുത സാക്ഷ്യമാണ്. 15 വർഷമായി താനൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. തനിക്കൊരു സ്വന്തമായൊരു വീട് വേണമെന്ന് സിസ്റ്ററുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. എന്നാൽ 2014 നമ്മുടെ പബ്ലിക് മീറ്റിംഗിന് കടന്നു വന്നു. സിസ്റ്റർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ബ്രദർ സിസ്റ്ററോട് പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം ഉണ്ടായിരുന്നു. എന്നാൽ 2019 15 വർഷം താൻ ദുഃഖിച്ചിരുന്ന എവിടെയാണോ അത്ഭുതത്തെ ചെയ്തു. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്. ചിലർ ഈ പകൽ അങ്ങനെ അനുഭവിക്കട്ടെ. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്. ഒന്ന് കൈയടിച്ചുകൊണ്ട് പറ, വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്. സന്തോഷമായിട്ട് വേണം. ഒരു കാര്യം കൂടെ പറയാണ്ട് പറഞ്ഞോ. 6 മാസം മുമ്പ് അറ്റാക്ക് വന്നു. ഓക്കെ. അറ്റാക്ക് വന്നപ്പോൾ മക്കളും എല്ലാവരും പറഞ്ഞു കയ്യോട്ടി പാടി നടന്നിട്ട് അറ്റാക്ക് വന്നു. ഞങ്ങളുടെ അടുത്ത് 5 പേർക്ക് അറ്റാക്ക് വന്നിട്ട് ഞാൻ മാത്രം ജീവനോടെ ഇരിക്കണു. അടിപൊളി. സഹോദരങ്ങളെ, ബൈബിളിൽ അസുഖം വരില്ല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല എന്ന് ബൈബിളിൽ എവിടെ എഴുതിയിട്ടില്ല. പക്ഷെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം പറയാം, തീയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇനി ഞാൻ ആ വാക്യം വായിച്ചു, കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, തീയിലൂടെ ഭയപ്പെടുമ്പോൾ നീ ഉറക്ക വിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കാന്ന് അവിടെ എഴുതിയിട്ടില്ല. നീ അറിയാണ് വേണ്ടത്. നീ തീയിലൂടെ പോയാല് നീ അതിനെ കുറിച്ച് വറി ആവണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ആമേൻ. ദൈവത്തോട് ഇടയ്ക്ക് പറയണ്ട, കർത്താവേ നീ കണ്ടോ ഞാൻ തീയിലാ പോകുന്നതെന്ന് പറയണ്ട. നീ തീയിലൂടെ പോകുമെന്നും എന്നാൽ ആ പോകുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്നാ കർത്താവ് പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറയാം, ഇടയ്ക്ക് ദൈവത്തെ ഓർമ്മിപ്പിക്കണ്ട. നീ തീയിലൂടെ കടന്നാൽ, വെള്ളത്തിലൂടെ കടന്നാൽ അത് നിന്നെ മുക്കിക്കളയത്തില്ല. അത് നിന്നെ മുക്കിക്കളയത്തില്ല. ഞാൻ യേശുവിനില്ലാണ്ട് ഒരാള് ഞാൻ എന്ത് ചെയ്തില്ല. അവര് മാറും. കർത്താവിനെ വിട്ടെങ്ങും പോണേ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ജിജി എന്നാണ്. ആർദ്ര, ആതിര എന്നീ 2 മക്കളാണ് സിസ്റ്ററിനുള്ളത്. നാലാഞ്ചിറ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. മൂത്ത മകൾ ആർദ്ര LKG സ്റ്റുഡൻ്റ് ആണ്. സ്കൂളിൽ നിന്നും ഇന്റർ സ്കൂൾ കിഡ്സ് കോമ്പറ്റീഷൻ ഉണ്ടായി. കോമ്പറ്റീഷന് പോകുന്നതിന് മുന്നേ തന്നെ ലീഡേഴ്സ് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ആക്ഷൻ സോങ്ങും ഫാഷൻ ഷോയും ഫസ്റ്റ് കിട്ടി എന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇളയ മകൾക്ക് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ക്ഷീണവും വോമിറ്റിങ്ങും ഉണ്ടായി. ഉടൻ തന്നെ സിസ്റ്റർ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ക്ഷീണം മാറിപ്പോയി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, മെഡിസിൻ ഒന്നും വേണ്ട. കർത്താവിൻ്റെ നന്മകൾ കൊണ്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നിറച്ചിരിക്കുന്ന ഓർത്ത് നന്ദി പറയാം. നമ്മളെല്ലാം ആയിരിക്കുന്നത് അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ കരുണയിലുമൊക്കെയാണ്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിടുതലുകളുണ്ട്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുണ്ട്, ദൈവിക നന്മകളുണ്ട്. അതാണ് നമ്മളെ ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കർത്താവിനെ അറിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. ഏത് സാഹചര്യത്തിലും എനിക്ക് നിൽക്കാൻ കഴിയും, അവൻ്റെ കൃപ കൂടെയുണ്ട് എന്നത്. എന്നോടൊപ്പമായിരിക്കുന്നവർ വിശ്വാസത്തോടെ കണ്ണുകളെ അടച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏത് തന്നെയാണെങ്കിലും അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവിൻ്റെ കൃപ കൂടെയുണ്ട്. ആ സാന്നിധ്യം നിങ്ങളോടൊപ്പം ചലിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി കർത്താവിനെ അറിഞ്ഞു, വീട്ടിൽ വളരെ പ്രഷറായിട്ടാണ് ആയിരിക്കുന്നത്. തനിക്ക് ആരോടും മിണ്ടാൻ പോലും പറയാത്തൊരു സാഹചര്യത്തിൽ. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവെ, വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അതിലും ടെൻഷനാണ്, എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. കർത്താവെ, നിൻ്റെ കൃപ ആ വ്യക്തിക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അല്ല ഒരുക്കി വെച്ചിരിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. താൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ അനുഭവങ്ങൾ കർത്താവെ, ഒറ്റപ്പെടലുകളുടെ അനുഭവത്തിൽ നിന്നും പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരട്ടെ അപ്പാ, പൂർണ്ണമായൊരു സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ, പൂർണ്ണമായൊരു നന്മയിലേക്ക് വരട്ടെ അപ്പാ. യേശുവേ, അവിടെ നിന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു അപ്പാ, നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ അതിനെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ഒരു കാതിലെ
കമ്മൽ നഷ്ടമായി പോയിട്ട് പ്രയാസത്തോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ, നിന്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ, നിന്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ, നിന്റെ കൃപ ചലിക്കട്ടെ അപ്പാ, നിന്റെ കൃപ ചലിക്കട്ടെ അപ്പാ. കർത്താവേ, വ്യക്തികൾ വിടുതലിലേക്ക് വരട്ടെ, നഷ്ടമായത് തിരികെ ലഭിക്കട്ടെ, നഷ്ടമായത് തിരികെ ലഭിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ, വീര്യപ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പ. അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പ, അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പ, അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പ. താങ്ക് യു ജീസസ്. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കാലിൽ കമ്പ് കുത്തിക്കയറിയിട്ട് ആ ഭാഗത്തെ ഞരമ്പ് വീർത്ത് വന്നിരിക്കുക, തടിച്ചു വന്നിരിക്കുക. അവിടെ ഒരു മുറിവുണ്ട്, അത് പഴുത്ത് പൊട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞരമ്പുകളിലും ചെറിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ തൻ്റെ കാലുകളിൽ ചിലത് വ്യത്യസ്തമായി കാണുകയാണ്. കർത്താവേ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ. അവിടുത്തെ അത്ഭുതങ്ങൾ കർത്താവേ ഈ കുടുംബങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ അപ്പ. അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നതിനോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങൾ ദൈവസ്നേഹത്തെ അനുഭവിക്കട്ടെ അപ്പ, അവിടുത്തെ കൃപയെ രുചിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.